ഹലോ നമസ്കാരം, ഞാൻ ജെയ്സൺ. എൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് എങ്ങനെയാണ് RCA നടത്തുന്ന ഡിപ്ലോമ ലെവൽ കോഴ്സുകൾക്ക് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, അതിനുശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ അഡ്മിഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള RCA approval.org എന്ന് പറയപ്പെടുന്ന വെബ്സൈറ്റ് എടുക്കും. അതിൽ നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെയാണ് കാണുക. അതിൻ്റെ അകത്ത് ഫ്രഷ് കാൻഡിഡേറ്റ് ടു ക്രിയേറ്റ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഫില്ല് ചെയ്യണം. നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന പാർട്ടിൽ എൻട്രി ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് ഹയർ സെക്കൻഡറി സ്കോർ എത്രയാണ് എന്നുള്ളത് ടോട്ടൽ മാർക്കാണ് അവിടെ എൻട്രി ചെയ്യേണ്ടത്. 1200 1200. സാധാരണ കേരളത്തിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ പഠിച്ചവർക്കാണെങ്കിൽ 1200 സ്കോർ ഉണ്ടാവുക. അപ്പോൾ ഓരോ കോളത്തിലും അതിനനുസരിച്ചുള്ള സ്കോറുകൾ 1, 2, 0, 0 ആ രീതിയിൽ എൻട്രി ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് എത്ര സ്കോറാണോ കിട്ടിയിട്ടുണ്ടാകുക ആ സ്കോർ എൻ്റർ ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 1000 താഴെയാണ് നിങ്ങളുടെ ടോട്ടൽ സ്കോർ എങ്കിൽ ഉറപ്പായിട്ടും ആദ്യത്തെ കോളം 0 ആയിരിക്കണം. ഓക്കെ, അതിന് ശേഷമുള്ള കോളങ്ങളിലായിരിക്കണം. അപ്പോൾ 900 ആണെങ്കിൽ 900. അതിനുശേഷം നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്യാം. ഈ 2 കോളങ്ങളും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങളപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇമെയിൽ IDയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും കിട്ടും. അതിനുശേഷം വീണ്ടും ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തൊട്ട് താഴെ ടു കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ മൂന്നാമത് കാണുന്ന ബ്ലൂ കളറിലുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാം. അല്ലെങ്കിൽ നിങ്ങൾ ഇമെയിൽ IDയും പുതുതായി വന്ന പാസ്വേഡും കൊടുത്ത് കയറുക. ഓക്കെ, അത് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ഒരു വിൻഡോയിലേക്ക് പോകും. ബാക്കിയുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് ഈ പാർട്ടിലാണ്. ഓക്കെ, അപ്പോൾ എല്ലാ വിവരങ്ങളും നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഓരോന്നായും വായിച്ചു നോക്കി കറക്റ്റായിട്ട് എല്ലാ വിവരങ്ങളും നൽകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ. ഇങ്ങനെ ഓരോ പോർഷനുണ്ട്. ആ ഓരോന്നും ഫില്ല് ചെയ്ത് പോകണം. നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരുകൾ, അങ്ങനെ ഓരോ ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്ത് പോവുക. അതിന് ശേഷം വേണം നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യാനായിട്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റേറ്റ്, അതുപോലെ തന്നെ അഡ്രസ്സ് ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ സെയിമാസ് എന്നുള്ള രീതിയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്തേക്കുവാണെങ്കിൽ പെർമനൻ്റ് അഡ്രസ്സ് അത് തന്നെ സെലക്ട് ചെയ്തോളും. അങ്ങനെ അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ആധാർ നമ്പർ, അതുപോലെ തന്നെ പിൻകോഡ്, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ചോദിക്കുന്നുണ്ട്. അവയെല്ലാം പൂർണ്ണമായിട്ടും എൻ്റർ ചെയ്യുക. അതിനുശേഷം അത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ 12th മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഇതെല്ലാം 2 MB താഴെയായിട്ടുള്ള രീതിയിൽ നമ്മൾ എൻ്റർ ചെയ്യണം. ഞാൻ ഇതിൻ്റെ അകത്തൊരു ഡമ്മി ആയിട്ടുള്ളത് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കണം. ഓക്കെ, അപ്പോൾ അതല്ല പ്രീവിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ബാക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇനിയാണ് നമ്മൾ കോളേജ് സെലക്ട് ചെയ്യേണ്ടത്, കോഴ്സും കോളേജും സെലക്ട് ചെയ്യേണ്ടത്. അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് CRCയിലാണെങ്കിൽ സെർബർ പാൾസി കോഴ്സ് ഉണ്ട്. CP കോഴ്സാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കേരളത്തിൽ ആകെ ഒരു കോളേജിലാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള KL 045 ആണ് നമ്മുടെ കോഡ് എന്ന് പറയപ്പെടുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആൻഡ് എക്സിറ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. അതല്ല മറിച്ച് നിങ്ങൾക്ക് IDD ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ കോഴ്സിൻ്റെ സ്ഥലത്ത് IDD സെലക്ട് ചെയ്യുക. അതിനുശേഷം കോളേജ് CRC കോഴിക്കോട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം
അപ്പോൾ നമുക്ക് ആ ഫോം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വരും. പേ ആൻഡ് സബ്മിറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേ വിത്ത്, അവിടെ നമ്മൾ പേ വിത്തിൻ്റെ അകത്ത് സെലക്ട് ചെയ്യണം ഏത് തരത്തിലുള്ള പേയ്മെൻറ്റാണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്. നമുക്ക് HDFCയുടെ കാർഡ് അല്ല നിങ്ങളുടെ കയ്യിലെങ്കിൽ അതിൻ്റെ ATM കാർഡാണെങ്കിൽ അതർ ബാങ്ക് ഡെബിറ്റ് കാർഡ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതല്ല മറിച്ച് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ അതർ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ HDFC ബാങ്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾക്കൊന്നും ഇതില്ല, ഡയറക്റ്റായിട്ട് അത് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ടൈപ്പ് ഓഫ് കാർഡ് ഏതാണ്, റുപ്പേ കാർഡാണോ, വിസയാണോ, ഏത് തരത്തിലുള്ള കാർഡാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കാർഡ് നമ്പർ, കാർഡിൻ്റെ അകത്തെ പേര്, മന്ത്, ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പയറി ആവുന്ന മന്ത്, ഇയർ, അതുപോലെ തന്നെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. പേയ്മെൻറ്റ് കൺഫർമേഷനിലൂടെ നിങ്ങൾക്ക് അങ്ങനെ പേയ്മെൻറ്റ് അയക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങളുടെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് വെച്ച് കൺഫേം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൺഫേം ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ 2 കോഴ്സുകൾ സെലക്ട് ചെയ്യണം. ഒന്ന് ഫസ്റ്റ് ഓപ്ഷൻ CRCയിലെ CP സെലക്ട് ചെയ്യണം. അടുത്തത് നിങ്ങൾക്ക് IDD തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ ഒറ്റ ഇമെയിൽ ID-യിൽ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 2 ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് 2 ആപ്ലിക്കേഷനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. മറിച്ച് നിങ്ങൾക്ക് ഒരു കോഴ്സ് തന്നെ ഒന്നിൽ കൂടുതൽ കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. മറിച്ച് ഒന്നിൽ കൂടുതൽ കോളേജുകളിലേക്ക് വ്യത്യസ്തമായ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ അയക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് കോഴ്സുകൾ ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷനിൽ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇമെയിൽ ID ആണ് യൂസർ ID ആയിട്ട് വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് ഒരെണ്ണമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമെയിൽ ID മാറ്റിക്കൊണ്ട് മാത്രമേ നമുക്ക് പുതിയ ഒന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളവർ ഒരു ആപ്ലിക്കേഷൻ കൂടി ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.